വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പി ജെ ജോസഫിന് താക്കീതുമായി കെ എം മാണി. ഏത് മുന്നണിയിൽ പോകണമെന്ന് താൻ തീരുമാനിക്കുമെന്ന് മാണി. സ്വന്തം കാലിലാണ് കേരള കോൺഗ്രസ് നിൽക്കുന്നതെന്നും കെ എം മാണി പറഞ്ഞു. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ വളരെ ശരിയാ. എങ്ങോട്ട് പോകണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഇത് ഞാൻ ഇപ്പൊ ഇതിന്റെ ചോദ്യം പ്രസക്തമല്ല. ഞാനിപ്പോ എങ്ങോട്ടും പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോ സ്വന്തം കാലിൽ നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ഗവർണർക്കെതിരെ വിമർശനവുമായി ബി.ജെ.പി. പിണറായിയെ പേടിയാണെങ്കിൽ ഗവർണർ ഇറങ്ങിപ്പോകണമെന്ന് ശോഭാ സുരേന്ദ്രൻ. പദവിയോട് ഗവർണർ സാമാന്യ മര്യാദ പാലിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഗവർണർ അനങ്ങപ്പറന്നയം അത് ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടി അങ്ങ് പ്രതികരിക്കാൻ അങ്ങക്ക് പേടിയാണെങ്കിൽ പിണറായി വിജയനെ കാണുമ്പോ തലമുനിച്ച് എനിക്ക് പിണറായി വിജയനെ പേടിയാണ്, ഞാൻ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന് പറയാനാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണറുടെ ഭാവമെങ്കിൽ ദയവ് ചെയ്ത് അങ്ങ് കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുകയാണ്. ഹർത്താൽ ദിനത്തിൽ ആശുപത്രിയിലും RSS ക്രൂരത. പരിയാരം മെഡിക്കൽ കോളേജിലെ RSS ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന്. RSS നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ആക്രമണം നടത്തിയത്. വത്സൻ തിലങ്കേരിയുടെ നേതൃത്വത്തിൽ 100-ലധികം ആളുകളാണ് ആക്രമണം നടത്തിയത്. ഹർത്താലിന്റെ മറവിലാണ് കഴിഞ്ഞ ദിവസം RSS BJP പ്രവർത്തകർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അക്രമം അഴിച്ചുവിട്ടത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെയും കൊണ്ടുവന്ന പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ ആംബുലൻസ് അക്രമികൾ തകർത്തു. കാഷ്വാലിറ്റിയുടെ മുന്നിൽ വെച്ചായിരുന്നു RSS ആക്രമണം. RSS സംസ്ഥാന നേതാവ് വത്സൻ തിലങ്കേരിയുടെ നേതൃത്വത്തിൽ അക്രമികൾ അഴിഞ്ഞാടുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. 100ഓളം പേരാണ് അക്രമി സംഘത്തിലുണ്ടായിരുന്നത്. ആശുപത്രിക്ക് മുമ്പിൽ മണിക്കൂറുകളോളം സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയും RSS പ്രവർത്തകർ അടിച്ചു തകർത്തു. കാഷ്വാലിറ്റിയിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പ്രവേശിപ്പിക്കുന്ന റെഡ് ലൈൻ ട്രയാജ് സംവിധാനമുള്ള ഭാഗത്തായിരുന്നു അക്രമം. അപകടത്തിൽ പരിക്കേറ്റ് കാഷ്വാലിറ്റിയിലെത്തുന്ന രോഗികളുടേതുൾപ്പെടെ ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവമുണ്ടോ എന്ന് പരിശോധിക്കുന്ന നവീന USG മെഷീനും അക്രമികൾ തകർത്തു. ആശുപത്രിക്ക് നേരെ RSS BJP പ്രവർത്തകർ നടത്തിയ അക്രമത്തിനെതിരെ വൻ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. കോൺഗ്രസ് നേതാവും മുൻ MP-യും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ N. പീതാംബരക്കുറുപ്പ് അറസ്റ്റിലായേക്കും. റെയിൽവേ ജോലി വാഗ്ദാനം ചെയ്ത് 21 ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി. നേരത്തെ ഇതേ കേസിൽ കോൺഗ്രസ് മുൻ MLA MP വിൻസെന്റും അറസ്റ്റിലായിരുന്നു. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയെന്ന തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശി ഷാജുവിന്റെ പരാതിയിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കായിക താരമായിരുന്ന മകൻ സനീഷിന് സ്പോർട്സ് കോട്ടയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ മുൻ MP പീതാംബരക്കുറുപ്പും മുൻ MLA MP വിൻസെന്റും 22 ലക്ഷം രൂപ തട്ടി എന്നാണ് പരാതി. 2013 നവംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം. DGPക്ക് നൽകിയ പരാതിയിൽ കഴിഞ്ഞ വർഷം പീതാംബരക്കുറുപ്പ് ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തിരുന്നു. കേസിലെ 2ാം പ്രതിയായ MP വിൻസെന്റിനെ കഴിഞ്ഞ ദിവസം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. കേസിൽ 3ാം പ്രതിയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ N. പീതാംബരക്കുറുപ്പിന്റെ പങ്കാളിത്തത്തിൽ അന്വേഷണം ഊർജിതമാക്കി. രേഖകൾ പരിശോധിച്ച ഉറപ്പുവരുത്തിയ ശേഷം ഉടൻ അറസ്റ്റുണ്ടായേക്കും എന്നാണ് സൂചന. 1ാം പ്രതി ഷിബു ടി ബാലനും 3ാം പ്രതി പീതാംബരക്കുറുപ്പുമാണ് ഇനി പിടിയിലാകാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മലയാളിയായ ഇന്ത്യൻ ഫുട്ബോൾ താരം CK വിനീതിനെ ഏജീസ് പുറത്താക്കുന്നു. മതിയായ ഹാജരില്ലെന്ന കാരണം പറഞ്ഞാണ് വിനീതിനെതിരെ ഏജീസ് നടപടിയെടുക്കുന്നത്. വാർത്താ സമ്മേളനത്തിനിടെ AIP മുൻ മന്ത്രി കപിൽ മിശ്ര കുഴഞ്ഞു വീണു. അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള വാർത്താ സമ്മേളനത്തിനിടയിലാണ് സംഭവമുണ്ടായത്. കടലാസ് കമ്പനികളിൽ കെജ്രിവാളിന് കോടികളുടെ നിക്ഷേപമുണ്ടെന്ന് കപിൽ മിശ്ര പറഞ്ഞു. കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നു. രജൌരി സെക്ടറിലെ ചിത്തി ബക്രി മേഖലയിൽ പാകിസ്ഥാൻ വെടിവയ്പും ഷെല്ലാക്രമണവും തുടരുകയാണ്. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയാണ്. ഇന്നലെ നൌഷേര മേഖലയിലും പാകിസ്ഥാൻ ശക്തമായ പ്രകോപനം നടത്തിയിരുന്നു. വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. പശുസംരക്ഷണത്തിന്റെ പേരിൽ യുവാവിനോട് ക്രൂരത. മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ് സംഭവം. യുവാവിനെ ഒരു സംഘം ആൾക്കാർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. മോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഉത്തരേന്ത്യയിൽ വ്യാപകമായ പശുസംരക്ഷണത്തിന്റെ പേരിൽ അക്രമവും കൊലപാതകവും നടന്നുവരികയാണ്. ഈ സാഹചര്യത്തിൽ പിന്നാലെയാണ് പുതിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കുൽഭൂഷൺ ജാദവിന് വധശിക്ഷ വിധിച്ചതിനെതിരെ ഇന്ത്യ നൽകിയ ഹർജിയിൽ നാളെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദം ആരംഭിക്കും.
ഇന്ത്യയുടെ ആവശ്യത്തെ തുടർന്ന് നിലവിൽ വധശിക്ഷയ്ക്ക് അന്താരാഷ്ട്ര കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വധശിക്ഷയെ ശക്തമായി ന്യായീകരിക്കാനാണ് പാകിസ്ഥാന്റെ തീരുമാനം. ഇന്ത്യക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഹാജരാകും. പെട്രോൾ പമ്പുകൾക്ക് ഇന്ന് മുടക്കം. കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് പെട്രോളിയം ഡീലർമാർ നടത്തുന്ന ഏകദിന സമരം തുടരുകയാണ്. പെട്രോളിയം ഡീലർമാരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പമ്പുകൾ അടച്ചിട്ടിരിക്കുന്നത്. 2012 അംഗീകരിച്ച റിപ്പോർട്ട് നടപ്പാക്കാതെ എണ്ണക്കമ്പനികൾ വഞ്ചിക്കുകയാണെന്ന് കൺസോർഷ്യം ഓഫ് ഇന്ത്യൻ പെട്രോളിയം ഡീലേഴ്സ് ആരോപിച്ചു. ഈ ആവശ്യം മുൻനിർത്തിയുള്ള രണ്ടാം ഘട്ട സമരം കൂടിയാണിത്. EMS സ്മരണയിൽ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് വൻ ജനപങ്കാളിത്തത്തോടെ പ്രഥമ കേരള മന്ത്രിസഭയുടെ 60ാം വാർഷികാഘോഷം. നീലേശ്വരം ദ്വയാംഗ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് EMS ആദ്യ കേരള നിയമസഭയിൽ അംഗമായതും മുഖ്യമന്ത്രിയായതും. EMS സർക്കാരിന്റെ ജനക്ഷേമ നടപടികൾ ഇപ്പോഴത്തെ LDF സർക്കാരിന് ഊർജ്ജം പകരുന്നതായി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇടപാടുകാരിൽ നിന്നും സർവീസ് ചാർജ് ഈടാക്കരുതെന്ന് റിസർവ് ബാങ്ക് നിയമമുള്ളപ്പോഴാണ് SBI ചട്ടലംഘനം നടത്തിയതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. പഴയ നോട്ടുകൾ മാറുന്നതിന് ഒരു സർവീസ് ചാർജും വാങ്ങി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നും റിസർവ് ബാങ്ക് 2014 പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ SBI ഓരോ ഇടപാടിനും സർവീസ് ചാർജ് വാങ്ങുന്നത് റിസർവ് ബാങ്ക് നിയമങ്ങളുടെ ലംഘനമാണെന്നതാണ് സത്യം.